ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മുമ്പ് നമ്മൾ സോഷ്യൽ മീഡിയേൻ്റെയൊക്കെ കടന്നുവരവിൻ്റെ കുറേ മുമ്പ് ഒക്കെ മൊബൈലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിച്ചിരുന്നതാണ് SMS വഴി മെസ്സേജുകൾ, സന്ദേശങ്ങൾ കൈമാറുക എന്നത്. ഇന്ന് അത് ആളുകൾക്ക് SMS എങ്ങനെ എടുക്കുക എന്ന് തന്നെ അറിയാത്തൊരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. SMS എന്ന് പറഞ്ഞാൽ ഷോർട്ട് മെസ്സേജ് സർവീസ്. SMS ഫുൾ ഫോം അതാണ്, ഷോർട്ട് മെസ്സേജ് സർവീസ്. മിക്ക മൊബൈൽ കമ്പനികളും ഒരു മാസത്തിൽ ഒരു നിശ്ചിത അളവ് SMS ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ചില ആളുകൾക്ക് അത് അറിയുന്നില്ല, SMS വെറുതെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന SMS എങ്ങനെയാണ് ഉപയോഗിക്കുക, SMS എങ്ങനെയാണ് എടുക്കാമെന്ന് പോലും അറിയാത്ത ആളുകളുണ്ട്. പുതുതലമുറയിലും പഴയ ആളുകൾ അത് മറന്നു പോയതാണ്. ഒരു കാലത്ത് ബ്ലാക്ക്ബെറി പോലുള്ള മൊബൈലുകളൊക്കെ ഏറ്റവും ഫാസ്റ്റായിട്ട് SMS സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ട് അവർ അതിൻ്റെ രൂപത്തിലായിരുന്നു അവരെ മൊബൈൽ തന്നെ രൂപകൽപ്പന ചെയ്തിരുന്നത്. മൗസ് പോയിൻ്റൊക്കെ വെച്ചിട്ടായിരുന്നു. ഒരു ബൗളായിരുന്നു മൗസ് കറക്കി ഇങ്ങനെ കൈകൊണ്ട് വിരലിൻ്റെ തന്താ വിരൽ കൊണ്ട് ഇങ്ങനെ കറക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ബൗളൊക്കെ വെച്ചിട്ടായിരുന്നു അതിൻ്റെ മൗസ് പോയിൻ്റ്. ഇന്ന് ബ്ലാക്ക്ബെറി പറഞ്ഞ മൊബൈൽ തന്നെ മാർക്കറ്റിലുണ്ടോയെന്ന് പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, ഏതായാലും SMS ചില ആളുകൾക്ക് അറിയില്ല, എടുക്കേണ്ടത് എങ്ങനെ അറിയില്ല, സന്ദേശം കൈമാറേണ്ടത് എങ്ങനെ അറിയില്ല. മിക്ക മൊബൈൽ കമ്പനികളും ഫ്രീ ആയിട്ട് എത്രയോ മെസ്സേജ് സർവീസ് നടത്തുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഒരു പൈസ നമുക്ക് ഈടാക്കാതെ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് സന്ദേശങ്ങൾ കൈമാറാം മറ്റു ആളുകളിലേക്ക്. അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്കൊക്കെ അയക്കാം. ഏതായാലും ഞാൻ അത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ അടിയിൽ കണ്ടില്ല കോണ്ടാക്റ്റിൻ്റെ കോൾ കീപാഡ് എടുക്കുന്ന പച്ച ഉണ്ടല്ലേ, അതിൻ്റെ തൊട്ടുണ്ടല്ലേ നീല, അതാണ് മെസ്സേജ് SMS ഇത്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ആയിരിക്കും ഫസ്റ്റിൽ വരിക. അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു ഒരാൾക്ക് നമ്മൾക്ക് SMS അയക്കാൻ വേണ്ടിയിട്ടുള്ള സെർച്ചിങ് ആണ് കൂടുതൽ ആളുകൾക്ക് അറിയാത്തത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാർട്ട് ചാറ്റ് എന്ന് കണ്ടില്ലേ, താഴെ ഈ ഒരു 100 ഇത് ഇട്ടിട്ട് നീല, അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുകളിൽ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കണുണ്ടോ, ടു ടൈപ്പ് നെയിംസ്, ഫോൺ നമ്പർ ഓർ ഇമെയിൽ കണ്ടില്ലേ, അവിടെ നമ്മൾ അയക്കേണ്ട ആളുകൾക്ക് ആർക്കാണ് നമ്മൾ മെസ്സേജ് കൈമാറേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ STCൻ്റെ ഒരു ഫ്രീ ഡാറ്റ സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഫ്രീ ഡാറ്റ പിന്നെ സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഡാറ്റ ഉണ്ട്. അപ്പോൾ അത് സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ആ നമ്പറാണ് ഞാൻ അവിടെ സെർച്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് 6 പ്രാവശ്യം 8 അവരുടെ നമ്പർ, STCൻ്റെ സബ്സ്ക്രിപ്ഷൻ നമ്പർ, ഡാറ്റേൻ്റെ സബ്സ്ക്രിപ്ഷൻ നമ്പർ കേട്ടോ. അപ്പോൾ 8 6 പ്രാവശ്യം, 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിയിൽ കണ്ടില്ലേ സെൻഡ് ടു എന്ന് കണ്ടില്ലേ, ആ നമ്പർ ഞാൻ ടൈപ്പ് ചെയ്ത നമ്പർ. പിന്നെ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നേരെ അവരായിട്ട് ഞാൻ ചാറ്റ് ചെയ്ത മുന്നേ ചാറ്റ് ചെയ്തുകൊണ്ട് അത് നേരിട്ട് അതിൽ തന്നെയൊക്കെ വന്നു. അപ്പോൾ ഇതിൽ പിന്നെ നമുക്ക് കൈമാറേണ്ട സന്ദേശം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇത് കണ്ടില്ലേ, ടെക്സ്റ്റ് മെസ്സേജ് എന്ന് കണ്ടില്ലേ, അവിടെ ജസ്റ്റ് ഇവിടെ 2 അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 2 സബ്സ്ക്രിപ്ഷൻ നമ്പർ, ആ 2 അടിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ഇത് കണ്ടോ SMS അയക്കേണ്ട നീല ഒരു സ്കൈ ബ്ലൂ നമ്പർ ഒരു കളറിൽ കണ്ടില്ലേ, സെൻഡ് ചെയ്യാനുള്ള ഒരു ആരോ മാർക്ക്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ 2 സെൻഡ് ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ഡാറ്റ എങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ ചെയ്യേണ്ടതും അതിനെക്കുറിച്ചുള്ളതൊക്കെ ഇപ്പോൾ ഓൾറെഡി ഞാൻ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് ഞാൻ അതായത് പൈസ കൊടുത്ത് വാങ്ങിയ ഡാറ്റേൻ്റെ ഇതാണ് മുകളിൽ. താഴെയുള്ളത് ഫ്രീ ആയിട്ട് ഇന്നലെ കയറ്റിയ ഫ്രീ 7 GB ഡാറ്റേൻ്റെ അതിനെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ SMS അയക്കൽ എങ്ങനെയാണെന്നിപ്പോൾ കൂടുതൽ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഈ വീഡിയോ ഇത്രയും നേരം കണ്ടു നിന്ന നിങ്ങൾക്ക് വളരെ അധികം നന്ദി. താങ്ക് യു. വീണ്ടും ഇത്തരം വീഡിയോയുമായി വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഓക്കെ, താങ്ക് യു വാച്ചിങ് മൈ വീഡിയോ.